ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹ്യൂമൻ ബ്രെയിനിനെ പറ്റിയിട്ട് പഠിക്കാനാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഏതൊക്കെയാണ് ഹ്യൂമൻ ബ്രെയിനിൻ്റെ പാർട്സ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ സെഷനിൽ നോക്കാം. ഓക്കെ, ഹ്യൂമൻ ബ്രെയിൻ. ഓക്കെ, നമ്മുടെ 10th CBSEയിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ ബ്രെയിൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? സോ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലേ. നമ്മുടെ നെർവസ് സിസ്റ്റം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു അല്ലേ. പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്. എന്തൊക്കെയാണ് പെരിഫറലും സെൻട്രലും? അതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് ബ്രെയിനും അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡും. അതിൽ ബ്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. പിന്നെ എങ്ങനെയാണ് ഇത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? ഒരു ബോഡി കവറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദി സ്കൾ. പിന്നെ ഇറ്റ് കൺട്രോൾസ് ഓൾ ബോഡി ആക്ടിവിറ്റീസ്. ബ്രെയിൻ എന്താ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ബിക്കോസ് ഇറ്റ് കൺട്രോൾസ് ഓൾ ബോഡി ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി ബ്രെയിനിനെ നമ്മൾ 3 പാർട്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. വി ക്യാൻ ഡിവൈഡഡ് ഇൻ ടു ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, എന്തൊക്കെയാണ്? ഫോർ ബ്രെയിൻ. ഈ ഓറഞ്ചിഷ് കളറിൽ മൊത്തം കാണുന്ന പാർട്ടാണ് നമ്മുടെ ഫോർ ബ്രെയിൻ. പിന്നെ ഈ സ്ലൈറ്റ്ലി ഗ്രീനിഷ് കളറിൽ കാണുന്നതാണ് മിഡ് ബ്രെയിൻ. പിന്നെ ഇവിടെ കാണുന്ന ഈ ബ്രെയിനിന്റെ ഏറ്റവും അടിയിലുള്ള ഏറ്റവും ബിഹൈൻഡ് പോർഷൻ ആണ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഇതെന്താ, ബ്രെയിൻ ആണോ? അല്ല, ഇത് നമ്മുടെ ബ്രെയിൻ നട്ട് എന്നൊക്കെ പറയുന്ന വാൾനട്ടിന്റെ പിക്ചറാണ്. നമ്മുടെ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് റിസംബിൾ ചെയ്യുന്ന ഒരാളാണ് ഈ വാൾനട്ട് എന്ന് പറയുന്നത്. ഇനി വാൾനട്ടൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഈ വാൾനട്ടിനെ നമുക്ക് 2 ഹെമിസ്ഫിയർ ആക്കാൻ പറ്റും, ഇതും. എന്നിട്ട് ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ, ഈ ഓരോ ഹെമിസ്ഫിയറിന്റെയും ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ യു ക്യാൻ സീ ലൈക്ക് ദിസ്, ഒരു ബ്രെയിൻ പോലെ ഉണ്ടാവും. അപ്പൊ ഈ പോർഷനാണ് അതിന്റെ ഫോർ ബ്രെയിൻ, ഇതാണ് അതിന്റെ മിഡ് ബ്രെയിൻ, പിന്നെ ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, ഇനി ഫോർ ബ്രെയിനിൽ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണുള്ളത്? അപ്പൊ ഫോർ ബ്രെയിൻ ഈ മഞ്ഞ കളറിൽ, ഈ പിക്ചറിൽ ഈ മഞ്ഞ കളറിൽ കാണുന്നത് മൊത്തം എന്താണ്? ഫോർ ബ്രെയിൻ ആണ് കേട്ടോ മക്കളെ, ഫോർ ബ്രെയിൻ. അപ്പൊ ഫോർ ബ്രെയിനിൽ എന്തൊക്കെയുണ്ട്? ഈ ഫോൾഡഡ്, ഇവിടെ നിങ്ങൾക്ക് കുറെ ഫോൾഡ്സ് കാണാൻ പറ്റില്ല, ഇങ്ങനെ ചുരുണ്ട് കുറെ ഫോൾഡ് കാണാൻ പറ്റില്ല. ഈ ഫോൾഡ് ഉള്ള മൊത്തം ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രം. സെറിബ്രം ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. പിന്നെ സെറിബ്രത്തിന് താഴെ ഇവിടെയായിട്ട് തലാമസ്. നിങ്ങൾ കണ്ടോ, സ്ലൈറ്റ്ലി ഓറഞ്ചിഷ് ആയിട്ടുള്ള ഈ കളറിൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് തലാമസ്. ഓക്കെ, തലാമസ്. പിന്നെ തലാമസിന്റെ താഴത്തെ ഏറ്റവും ചെറിയ പോർഷനാണ് ഇത് ഹൈപ്പോതലാമസ്. ഓക്കെ, ഹൈപ്പോതലാമസ്. പിന്നെ ഇവിടെ ഒരു പി ഷേപ്പ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിംഗർ ലൈക്ക് ഒരു പ്രൊജക്ഷൻസ് ആയിട്ട്, ഓക്കെ, ഒരു പ്രൊജക്ഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. അതും ഫോർ ബ്രെയിനിന്റെ പാർട്ടാണ്. ഇറ്റ് ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. ഓക്കെ, നമ്മുടെ ബ്രെയിനിലെ മാസ്റ്റർ ഗ്ലാൻഡ് ആണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു മേജർ ഗ്ലാൻഡ് ആണ്. എന്താ അങ്ങനെ വിളിക്കുന്നത്? നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ, റീപ്രൊഡക്റ്റീവ് ഹോർമോൺ, അങ്ങനെ വേണ്ട ഒരു വിധപ്പെട്ട ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഇതേ ചാപ്റ്ററിൽ തന്നെ നമുക്ക് എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കാനുണ്ട്. ഓക്കെ, ആ സമയത്ത് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് പഠിക്കും. നമ്മുടെ തൈറോയിഡ് ഹോർമോൺ, അഡ്രിനാലിൻ, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. That why it is known as a major gland. Okay, പിന്നെ മിഡ് ബ്രെയിൻ. ഓക്കെ, പിന്നെ മിഡ് ബ്രെയിൻ എവിടെയാണ്? നമ്മുടെ ഫോർ ബ്രെയിനിന്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു പോർഷനിൽ കാണുന്നതാണ് നമ്മുടെ മിഡ് ബ്രെയിൻ. ഓക്കെ, പിന്നെ ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു നീണ്ട ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പോർഷൻ, ഇത് ഇങ്ങോട്ട് നേരെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്പൈനൽ കോഡ് വരും. ആൻഡ് ഈ ഒരു പോർഷനെ നമുക്ക് ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കാം മക്കളെ. ഇതിന് ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കും. ഓക്കെ, ബ്രെയിൻ സ്റ്റെം, ഈ ഒരു പോർഷനെ ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കും. ഈ ബ്രെയിൻ സ്റ്റെമ്മിന്റെ ആദ്യത്തെ പോർഷനാണ് പോൺസ്. ഓക്കെ, പോൺസ്. അതിന്റെ രണ്ടാമത് ഇങ്ങനെ കാണുന്നില്ലേ നിങ്ങൾക്ക്? അതിന്റെ രണ്ടാമതുള്ളൊരു പോർഷനാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. യു മൈറ്റ് ഹാവ് ഹിയർഡ് അല്ലേ, മെഡുല്ല ഒബ്ലോങ്കേറ്റ. പിന്നെ കാണുന്നതാണ് സെറിബെല്ലം. ബ്രെയിനിൽ തന്നെ വേറൊരു ബ്രെയിൻ ലൈക്ക് സ്ട്രക്ചർ അല്ലേ, ഇതിനെയാണ് സെറിബെല്ലം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, സെറിബെല്ലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെറിബെല്ലവും സെറിബ്രവും കൂടി മാറിപ്പോവരുത്. സെറിബ്രം ഇസ് ദ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ,
but cerebellum is a part of hindbrain. Okay, so hindbrain, cerebellum hindbrainന്റെ പാർട്ടാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ സ്പൈനൽ കോഡായി. അപ്പൊ ഇതൊക്കെയാണ് ഫോർ ബ്രെയിനിന്റെയും മിഡ് ബ്രെയിനിന്റെയും ഹൈൻഡ് ബ്രെയിനിന്റെയും പാർട്സ്. ഓക്കെ, ഇനി ഓരോന്നിന്റെയും ഫംഗ്ഷൻ നോക്കാം. ഫോർ ബ്രെയിനിൽ നമ്മൾ പറഞ്ഞു സെറിബ്രം ഉണ്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു സെറിബ്രം ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആൻഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഹയർ ഓർഡർ ഫങ്ഷൻസ് സച്ച് ആസ് തിങ്കിങ്. അല്ലെ, നിങ്ങൾ എന്ത് തിങ്ക് ചെയ്യണമെങ്കിലും സെറിബ്രം വേണം. അതുപോലെ പ്ലാനിങ്, നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ വേണം. ഓക്കെ, ആൻഡ് ലേണിംഗ്, നമ്മുടെ ലേണിംഗ് പർപ്പസിന്. നിങ്ങളിപ്പോൾ എന്താ ലേൺ ചെയ്യുന്നത്? ബ്രെയിനിനെ പറ്റിയിട്ടാണ് അല്ലെ, ബ്രെയിനിനെ പറ്റിയിട്ടാണ്. അപ്പൊ ആരാണ് അത് ഏബിൾ ചെയ്യുന്നത്? സെറിബ്രമാണ് ഏബിൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മെമ്മറി. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇഫ് യു ആർ സീയിങ് എ പപ്പി ഓർ എനി പിക്ചർ ഓഫ് സംതിങ്, എന്തെങ്കിലും നിങ്ങൾ കാണുകയാണ്, അല്ലെങ്കിൽ യു ആർ സീയിങ് മീ നൗ, റൈറ്റ്? നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്, ഇത് മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മിസ്സാണ്, ഇത് വിപിന മിസ്സാണ് അല്ലേ. അതുപോലെ നിങ്ങളിപ്പോൾ കണ്ട അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. എന്നെ വേറൊരാളായിട്ടും നിങ്ങൾ കാണുന്നില്ലല്ലോ, ഒരു മനുഷ്യൻ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും കാണുന്നില്ലടാ മക്കളെ. സോ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ വേറൊരു ഓർഗാനിസത്തിനെ നമ്മൾ കണ്ടു, നമ്മളൊരു പപ്പീനെ കണ്ടു, അതൊരു പപ്പിയാണ് എന്ന് നമുക്ക് തോന്നുന്നില്ലേ? അത് ആരാ പറഞ്ഞു തരുന്നത്? സെറിബ്രാണ്. ആൻഡ് ഇമോഷൻസ്, ഇപ്പം നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഹാപ്പിനെസ് എന്നുള്ള ഇമോഷൻ നിങ്ങൾക്ക് അപ്പോൾ ഇവോക്ക് ആവുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി സെറിബ്രം. അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പേടി തോന്നുന്നു, ഒരു പിക്ചർ നമ്മൾ കണ്ടു, അപ്പം നമ്മൾ പേടിക്കുന്നു അല്ലേ. ആ ഒരു ഇമോഷൻസ് ഒക്കെ ഇവോക്ക് ചെയ്യുന്നത് സെറിബ്രാണ്. ആൻഡ് ലാംഗ്വേജ്, ഓക്കെ, വി ആർ സ്പീക്കിംഗ് ഇൻ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അങ്ങനെ സെവറൽ ലാംഗ്വേജിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലേ. സോ ആ സംസാരിക്കുന്ന ലാംഗ്വേജ് ഒക്കെ നമുക്ക് ആരാണ് ഏബിൾ ചെയ്ത് തരുന്നത്? സെറിബ്രാണ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദി വോളണ്ടറി ഫങ്ഷൻസ്, ഓക്കെ, ഇപ്പൊ നമുക്ക് നടക്കണം, നിൽക്കണം, നമുക്കിത് ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, ഓക്കെ, ഇതൊക്കെ വോളണ്ടറി ഫങ്ഷൻസിന്റെ അണ്ടറിൽ പെടുന്നതാണ്. അപ്പൊ ഫോർ ബ്രെയിൻ എപ്പോഴും വോളണ്ടറി ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യും മക്കളെ. ഫോർ ബ്രെയിൻ എപ്പോഴും വോളണ്ടറി ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യും. മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും ആണ് ഇൻവോളണ്ടറി ആയിട്ടുള്ള ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ പിന്നെ സെറിബ്രം കഴിഞ്ഞാൽ പിന്നെ ഫോർ ബ്രെയിനിന്റെ പാർട്ടാണ് തലാമസ്. തലാമസ് ആണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പോസ്റ്റൽ സർവീസ് സ്റ്റേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പോസ്റ്റൽ സർവീസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ. കാരണം എന്ത് സെൻസറി ഇൻഫർമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിലും അത് നമ്മുടെ സെറിബ്രത്തിലേക്ക്, സെറിബ്രത്തിന്റെ ഓരോരോ പാർട്ടുകളൊക്കെ ഉണ്ട് മക്കളെ, ആ ഒരു സെറിബ്രത്തിന്റെ ഏത് ലോബിലേക്കാണ്, എവിടെ ഏത് പോർഷനിലേക്കാണ് ആ ഒരു സെൻസറി ഇൻഫർമേഷൻ എത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ തലാമസ് ആണ്. ഓക്കെ, അതായത് വെദർ നമ്മളിപ്പോൾ ഒരു വിഷൻ കാണുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കേൾക്കുകയാണ്, ഇതൊക്കെ സെറിബ്രത്തിന്റെ ഏത് പാർട്ടിലാണ് എത്തിക്കേണ്ടത്, നമ്മളത് കാണണോ, നമ്മളത് കേൾക്കണോ എന്നൊക്കെ തീരുമാനിക്കണ്ടേ. അപ്പൊ ആ ഒരു സംഭവം, ആ ഒരു ഇൻഫർമേഷൻ സെറിബ്രത്തിൽ എത്തിക്കുന്ന ആൾക്കാർ ഈ തലാമസ് ആണ് കേട്ടോ മക്കളെ, തലാമസ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ എല്ലാ സെൻസറി ഇൻഫർമേഷനും, ഇപ്പോൾ ഹിയറിംഗ് ആയിക്കോട്ടെ, വിഷ്വലി ഉള്ള സെൻസറി ഇൻഫർമേഷൻ ആയിക്കോട്ടെ, എല്ലാം തലാമസ് വഴിയാണ് പോകുന്നത്. പക്ഷെ സ്മെല്ല് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സ്മെല്ലെന്ന് പറയുന്ന സെൻസറി ഇൻഫർമേഷൻ വിച്ച് ബൈപാസസ് ദ തലാമസ്. സ്മെൽ ഈസ് ദ ഓൺലി സെൻസറി ഇൻഫർമേഷൻ വിച്ച് ബൈപാസസ് ദ തലാമസ്. അത് തലാമസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അത് ഡയറക്റ്റ് ആയിട്ട് ബ്രെയിനിലേക്ക് പോവാണ് ചെയ്യുക, അതായത് സെറിബ്രത്തിലേക്ക് പോവാണ് ചെയ്യുക. ഓക്കെ, അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സെറിബ്രത്തിലേക്ക് പോകും. ബിക്കോസ് അവിടെ സ്മെല്ലിനെ ഏബിൾ ആക്കാൻ വേണ്ടിയിട്ട്, സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പോർഷൻ നമ്മുടെ സെറിബ്രത്തിലുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സ്ട്രാ നോളജ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്മെൽ ഈസ് ദ ഓൺലി സെൻസറി ഇൻഫർമേഷൻ വിച്ച് ബൈപാസസ് ദ തലാമസ്. ഓക്കെ, ബാക്കി എല്ലാ സെൻസറി ഇൻഫർമേഷനും തലാമസിനെ ഡിപ്പെൻഡ് ചെയ്ത്, തലാമസ് ആണ് ആ സെൻസറി ഇൻഫർമേഷനെ നമ്മുടെ സെറിബ്രത്തിൽ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു റെഗുലേറ്റ് സ്ലീപ്പ്, വേക്ക്ഫുൾനെസ് ആൻഡ് ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസിനെയും സ്ലീപ്പിനെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് തലാമസ് ആണ്. സോ ദ തലാമസ് ഇസ് എ റിലേ സ്റ്റേഷൻ ഫോർ സെൻസറി ഇൻഫർമേഷൻ ഫ്രം ദ ബോഡി ടു ദി സെറിബ്രം. പിന്നെ നോക്കൂ, തലാമസിന്റെ താഴെയായിട്ട് ചെറിയൊരു പോർഷൻ ഉണ്ട്, ഹൈപ്പോ തലാമസ് അല്ലേ. ദാ പിക്ചറിൽ ഹൈപ്പോ തലാമസ്. ഓക്കെ, ഹൈപ്പോ തലാമസ് എന്താ ചെയ്യാ? ദ ഹൈപ്പോ തലാമസ് ഇസ് എ സ്മോൾ, ചെറുതാണെങ്കിലും വലിയ ഫംഗ്ഷൻ ആണ്. ദ ഹൈപ്പോ തലാമസ് ഇസ് എ സ്മോൾ ബട്ട് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ that regulates a variety of body functions including hunger, നമ്മുടെ വിശപ്പ്, നമ്മുടെ ദാഹം, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ സെക്ഷൽ ബിഹേവിയർ, ഇതിനെയൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ
ഹൈപ്പോതലാമസ്. അപ്പൊ ഇതൊക്കെയാണ് മക്കളെ ഫോർ ബ്രെയിനിന്റെ പാർട്ട്. ഫോർ ബ്രെയിനിന്റെ പാർട്ടായിട്ടുള്ള ഗ്ലാൻഡും കൂടി ഉണ്ട്. എന്താണത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമ്മൾ പറഞ്ഞില്ലേ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, ഇനി മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ എന്താ ചെയ്യാ? മിഡ് ബ്രെയിൻ ഏതാ പോർഷൻ? ഇതാ ഈ ചിത്രത്തിൽ കാണാലോ മിഡ് ബ്രെയിൻ. ഈ ഒരു ചെറിയ പോർഷനാണ് നമ്മുടെ മിഡ് ബ്രെയിൻ. ഹൈൻ ബ്രെയിനിന്റെയും അതുപോലെ തന്നെ സെറിബ്രം, അതുപോലെ ഫോർ ബ്രെയിൻ, ഓക്കെ, അതിൻ്റെയൊക്കെ ഇടയിലുള്ള പാർട്ടാണ് നമ്മുടെ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. മിഡ് ബ്രെയിൻ എന്താ ചെയ്യാ? മിഡ് ബ്രെയിൻ ഈസ് ഇൻവോൾവ്ഡ് ഇൻ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി റിഫ്ലക്സസ്. യു മൈറ്റ് ഹാവ് ഹിയർഡ് ഓർ സ്റ്റഡീഡ് ദ റിഫ്ലക്സ് ആർക്ക് അല്ലെ? ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ റിഫ്ലക്സ് ആർക്കിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സ്പൈനൽ കോഡിലേക്ക് പോയിട്ട് അങ്ങനെയാണ് നമുക്ക് റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ കിട്ടുന്നത്. നമ്മൾ ചൂടുള്ള ഒരു പാത്രത്തിൽ തൊടുന്നു, അപ്പം നമ്മൾ പുള്ളവേ ചെയ്യുന്നു നമ്മുടെ കയ്യ്. അങ്ങനെ റിഫ്ലക്സ് ആർക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ റിഫ്ലക്സസ് ഒക്കെ നമ്മൾക്ക് ഏബിൾ ആക്കി തരുന്നത് മിഡ് ബ്രെയിൻ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ കോൺഷ്യസ്നെസ്, അറോസൽ ആൻഡ് അറ്റൻഷൻ. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ മിഡ് ബ്രെയിനിന്റെ ഫങ്ഷൻ. ദെൻ ഹൈൻ ബ്രെയിൻ. ഹൈൻ ബ്രെയിൻ ഏതാ മക്കളെ? ഇതാ ഈ പിക്ചറിൽ കാണാം, ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കൊടുക്കുന്നതാണ് നമ്മുടെ ഹൈൻ ബ്രെയിൻ. അപ്പൊ ഹൈൻ ബ്രെയിനിന് ഈ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഈ പോർഷൻ ഇല്ലേ, ഇതാണ് ബ്രെയിൻ സ്റ്റെം. ഓക്കെ, ബ്രെയിൻ സ്റ്റെം. ഈ ബ്രെയിൻ സ്റ്റെമ്മിന്റെ പാർട്ടാണ് പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ, പോൺസും മെഡുല്ല ഒബ്ലോങ്കേറ്റയും നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ പാർട്ടാണ്. ഓക്കെ, പോൺസ് എന്താ മക്കളെ? അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതാക്കി പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ബ്രെയിൻ സ്റ്റെമ്മിന്റെ പാർട്ട് കേട്ടോ. ഈ കാണുന്നതാണ് ബ്രെയിൻ സ്റ്റെമ്മ്. ഇത്രയും പോർഷൻ ബ്രെയിൻ സ്റ്റെമ്മാണ്. ഇവിടെ ഇങ്ങനൊരു ഇതുവരെയുള്ള ഈ പോർഷനാണ് പോൺസ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ളൊരു പോർഷൻ കണ്ടോ നിങ്ങൾ? അതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇത് സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫോർ ബ്രെയിനെയും നമ്മുടെ ഹൈൻ ബ്രെയിനെയും ഒരു ബ്രിഡ്ജാണ്. ബ്രെയിൻ സ്റ്റെം ഇസ് ലൈക്ക് എ ബ്രിഡ്ജ്. ഓക്കെ, നമ്മുടെ സ്പൈനൽ കോഡിനെയും നമ്മുടെ ബ്രെയിനെയും കണക്ട് ചെയ്യുന്ന പോർഷനാണ്. അതുപോലെ തന്നെ ഫോർ ബ്രെയിനെയും മിഡ് ബ്രെയിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന, അതിന് കണക്ട് ചെയ്തിട്ടുള്ള ബ്രിഡ്ജ് ഒക്കെയാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ബ്രെയിൻ സ്റ്റെം. സെറിബെല്ലത്തിനെയും സെറിബ്രത്തിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന പോർഷനാണ് ബ്രെയിൻ സ്റ്റെം. ഓക്കെ, കണക്ട് ചെയ്യുന്ന ഈ പോർഷൻ ആയതുകൊണ്ടാണ് അതിനെ ബ്രിഡ്ജ് ലൈക്ക് പോർഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ബ്രിഡ്ജ്. ഓക്കെ, ഒരു പാലം പോലെയാണ്. ഓക്കെ, ആ പാലത്തിൽ രണ്ട് പോർഷനാണ് ഉള്ളത്, പോൺസും അതുപോലെ തന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റയും. മനസ്സിലായോ? പോൺസും മെഡുല്ല ഒബ്ലോങ്കേറ്റയും സെറിബെല്ലത്തിനെയും സെറിബ്രത്തിനെയും ഒക്കെ കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന പോർഷനാണിത്. ദെൻ അപ്പോൾ പോൺസ് is a structure that connects the midbrain to the medulla. It is involved in motor control, respiration and sleep. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഹൈൻ ബ്രെയിനും മിഡ് ബ്രെയിനും ആണ് ഇൻവോളണ്ടറി ഫങ്ഷൻസിനെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് അവർ വിൽ അല്ലേ? നമ്മുടെ കോൺഷ്യസ്നെസ് അനുസരിച്ചല്ലാതെ, നമ്മുടെ വില്ല് അനുസരിച്ചല്ലാതെ ചെയ്യുന്ന നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ലൈക്ക് റെസ്പിറേഷൻ, പിന്നെ ഡൈജഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹൈൻ ബ്രെയിനും മിഡ് ബ്രെയിനും കൂടിയിട്ടാണ് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ റെസ്പിറേഷൻ, സ്ലീപ്പ്, നമ്മുടെ മോട്ടോർ കൺട്രോൾ, നമ്മുടെ മസിൽസിൻ്റെ കൺട്രോൾ, ഇതൊക്കെ ഹൈൻ ബ്രെയിൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതിൽ തന്നെ പോൺസ്, പെർട്ടിക്കുലർലി പോൺസ്. പിന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്താ ചെയ്യുക? പേര് ഭയങ്കര രസമാണ് അല്ലേ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ? ദ മെഡുല്ല ഒബ്ലോങ്കേറ്റ ഈസ് ദി ലോവസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ സ്റ്റെം. അപ്പോൾ നമ്മൾ ബ്രെയിൻ സ്റ്റെം പറഞ്ഞു, സെറിബെല്ലത്തിനെയും സെറിബ്രത്തിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചറാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കണക്ട് ചെയ്യാന്ന് പറയാം. ഓക്കെ, ആ ഒരു ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുക. ആ ബ്രെയിൻ സ്റ്റെമ്മിന്റെ ലോവസ്റ്റ് പാർട്ടാണ് ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ. മുകളിലത്തെ പാർട്ടാണ് പോൺസ്. ഓക്കെ, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്താ ചെയ്യുക? വെറൈറ്റി ഓഫ് വൈറ്റൽ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഡൈജഷൻ, സലൈവേഷൻ, വൊമിറ്റിംഗ്. ഓക്കെ, സലൈവേഷൻ എന്താ? നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് ഫുഡ് കണ്ടാൽ മൗത്ത് വാട്ടറിങ് അല്ലേ, വായിൽ വെള്ളം വരും. അതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഓക്കെ, ഇനി സെറിബെല്ലവും സെറിബ്രവും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകരുത്. രണ്ടു പേര് ഏകദേശം ഒന്നാണെങ്കിലും ഫങ്ഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഒന്ന് ഹൈൻ ബ്രെയിൻ്റെ പാർട്ടാണ്. ഏതാണ് ഹൈൻ ബ്രെയിൻ്റെ പാർട്ട്? സെറിബെല്ലം. ആൻഡ് സെറിബ്രം ഇസ് അണ്ടർ ദ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ. ഓക്കെ, സോ സെറിബെല്ലം എന്താ ചെയ്യുക? ദ സെറിബെല്ലം ഇസ് എ സ്മോൾ സ്ട്രക്ചർ ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ ബ്രെയിൻ സ്റ്റെം. അപ്പം നമ്മൾ പറഞ്ഞു ആ ബ്രിഡ്ജ് അല്ലേ ബ്രെയിൻ സ്റ്റെം, ആ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ബാക്കിലായിട്ട്
ഓക്കെ, അതിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ആളാണ് സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലം. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ കോർഡിനേഷൻ, നമ്മുടെ ബാലൻസ് അല്ലേ, ബാലൻസ് ആൻഡ് കോർഡിനേഷൻ, നമ്മുടെ ബോഡിയുടെ ബാലൻസും കോർഡിനേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് സെറിബെല്ലം. നമ്മൾ പറയില്ലേ ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്നൊക്കെ പറയില്ലേ. ഓക്കെ, രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത് നമ്മൾ ആൽക്കഹോളൊക്കെ ഡ്രിങ്ക് ചെയ്താൽ, ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ബ്രെയിനിൻ്റെ സെറിബെല്ലം, ഹൈൻ ബ്രെയിനിലെ പോർഷനായിട്ടുള്ള സെറിബെല്ലത്തിലാണ്. അപ്പോൾ ഒന്നാമത് ഈ സെറിബെല്ലാണ് നമ്മുടെ പോസ്ചറും കോർഡിനേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. നമ്മൾ നേരെ നടക്കുന്നതൊക്കെ ഈ സെറിബെല്ലം കൊണ്ടാണ്. അപ്പോൾ ഈ സെറിബെല്ലത്തിനെ എന്തെങ്കിലും എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സെറിബെല്ലത്തിനെ ആൽക്കഹോൾ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമുക്കൊരു പോസ്ചർ കോർഡിനേഷൻ കിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ ആടി നടക്കും. അതുകൊണ്ടാണ് ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള പേഴ്സൺ ഒക്കെ ഇങ്ങനെ ആടി നടക്കുന്നത്. ഇനി നമ്മൾ ഡ്രൈവിംഗ് അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ. നമ്മൾ ആരും ജനിച്ച പാടെ ഒരു സ്കില്ലും കൊണ്ട് വന്നവരല്ല. അപ്പം നമുക്ക് ഡ്രൈവിംഗ് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് അല്ലേ, നമ്മൾ ലേൺ ചെയ്യുന്നതാണ്. അതുപോലെ ഇപ്പം നമ്മൾ ഈ ഒരു ഫോണൊക്കെ നോക്കുന്ന ആൾക്കാരാണ് നമ്മളെപ്പോഴും. അപ്പം മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പം നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഓരോരോ കീവേഡും എടുത്തിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ ഓരോന്നും നോക്കുകയല്ലല്ലോ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ആ സ്ക്രീൻ നോക്കിയിട്ട് ടപ്പേ എന്ന് നമ്മളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും അല്ലേ. കാരണം അത് പ്രോസസ്ഡ് ആയി, നമ്മൾക്ക് ഏബിളായി, നമുക്കത് ഇനി നോക്കി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്കറിയാം അല്ലേ. നമ്മളത് സ്കിൽഡായ വ്യക്തികളാണ്. അതുപോലെ നമ്മളിപ്പം ലാപ്പിൽ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ ലാപ്പിൽ നമ്മൾ ഓരോന്ന് ചെയ്യുന്നു. സോ നമുക്ക് അത് പരിചയമുള്ള ഒരാളാണെങ്കിൽ സ്ക്രീനിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കീവേഡ്സ് ഒക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം നമ്മൾ ഒരു സ്കില്ല് അറ്റൈൻ ചെയ്തെടുത്താൽ അതൊക്കെ എന്താണ് ഏബിൾ ആക്കുന്ന ആൾക്കാർ ഈ സെറിബെല്ലാണ്. അപ്പോൾ അതൊക്കെ ഏബിൾ ആക്കാം. അപ്പോൾ ഒന്നാമത് നമ്മൾ കള്ളൊക്കെ കുടിച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കുവാണെങ്കിൽ എന്താ ചെയ്യുക? ഒന്നാമത് നമുക്ക് കോർഡിനേഷൻ ഉണ്ടാവില്ല. പിന്നെ എന്താ ചെയ്യുക? പിന്നെ ഒന്നാമത് നമുക്ക് ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ആ സമയത്ത് അതിനെ ബാധിക്കും. അതൊരു സ്കില്ലാണല്ലോ, ആ ഒരു സ്കില്ലൊക്കെ ബാധിച്ചിട്ടുണ്ടാവും. സോ സെറിബെല്ലമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് മെയിൻറ്റെയിനിങ് പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ബോഡി ആൻഡ് മോട്ടോർ ലേണിംഗ് ആണ് ഈ പറഞ്ഞ ഡ്രൈവിങ്, ടൈപ്പിംഗ് നമ്മൾ പഠിച്ചെടുക്കുന്ന സാധനങ്ങൾ. ഓക്കെ, സോ ഹൈൻ ബ്രെയിനിൻ്റെ പോർഷനാണ് ബ്രെയിൻ സ്റ്റെമ്മും സെറിബെല്ലവും. ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ മുകളിലത്തെ പോർഷനാണ് പോൺസ് ആൻഡ് മെഡുല്ല ഒബ്ലോങ്കയുടെ താഴത്തെ പോർഷൻ. ഓക്കെ, ബ്രെയിൻ സ്റ്റെം which is act as a bridge which connects the cerebrum to the cerebellum or brain to the spinal cord. Okay, then ഇനി എങ്ങനെയാണ് ഈ ടിഷ്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അതായത് ബ്രെയിനും സ്പൈനൽ കോഡൊക്കെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? സോ ദ ബ്രെയിൻ ഈസ് കവേർഡ് വിത്ത് എ ക്രേനിയം ആൻഡ് ദ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദി വെർട്ടിബ്രൽ കോളം ഓർ ബാക്ക് ബോൺ. അപ്പം ബ്രെയിനിൻ്റെ ആ ഒരു കവറിങ്ങിനെയാണ് നമ്മൾ ക്രേനിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്രേനിയം. ദിസ് ബോണി കവേഴ്സ് ആണ്, എല്ലുകൊണ്ടുള്ളതാണ്. Covers protect both from external injuries. Okay, and both the brain and the spinal cord are covered with 3 membranes called as meninges. അപ്പം ബ്രെയിനും സ്പൈനൽ കോഡും 3 മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ആൾട്ടുഗദർ അതിനെ മെനിഞ്ചസ് എന്ന് വിളിക്കും. ഇനി ഈ മെനിഞ്ചസിൻ്റെ ഉള്ളിൽ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ദാറ്റ് ഫ്ലൂയിഡ് ഈസ് നോൺ ആസ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. എന്താ വിളിക്കുക? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, അഥവാ നമുക്ക് ഷോർട്ടാക്കിയിട്ട് CSF എന്ന് പറയാം. ഓക്കെ, ഇതെന്താ ചെയ്യുക? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ് ഫ്രം മെക്കാനിക്കൽ ഷോക്ക്. എന്തെങ്കിലും പെട്ടെന്നുള്ള മെക്കാനിക്കൽ ഷോക്ക് വന്നാൽ നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡാണ്. സോ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്രെയിനിനെ പറ്റിയും ബ്രെയിനിൻ്റെ പാർട്സിനെ പറ്റിയും അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് ഫൺ ഫാക്റ്റായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതും കൂടി പറയാം. ഫൺ ഫാക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് യൂസസ് 20% ഓഫ് അവർ ബോഡീസ് എനർജി. ബ്രെയിൻ നമ്മുടെ ബോഡിയുടെ 20% ഒക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ബ്രെയിൻ ഫുഡൊക്കെ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് കഴിക്കണം, നമ്മുടെ ബ്രെയിൻ ഫുഡാണ്. ഓക്കെ, ആകെ 20% ബോഡീൻ്റെ എനർജിയെ ബ്രെയിൻ യൂസ് ചെയ്യണുള്ളൂ. അപ്പം വി ഷുഡ് ബി എനർജറ്റിക്. ഓക്കെ, ആൻഡ് ഇറ്റ് വെയ്സ് അബൌട്ട് 1.4 കിലോഗ്രാം. ഓക്കെ, 1.4 കിലോഗ്രാം ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ തൂക്കം. പിന്നെ ഇറ്റ് ക്യാൻ ജനറേറ്റ് 20 watts ഓഫ് പവർ. യു ക്യാൻ സീ ദ പിക്ചർ. 20 watts ഓഫ് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകളും ഇതുപോലത്തെ സെഷൻസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ, സ്കൂളിൽ ലേണിംഗ് എന്നുള്ള ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, നമ്മൾ ഏബിളായിരിക്കും ഉത്തരങ്ങൾ തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂളായിട്ടൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ഫീസൊക്കെ വളരെ കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് ആസ് എ സമ്മറി, ഓക്കെ, ഇതൊരു സമ്മറി ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ബ്രെയിനിനെ നമ്മൾ മാസ്റ്റർ ഓർഗൻ എന്ന് വിളിക്കും അല്ലേ. തിങ്കിങ്, ലേണിങ് എല്ലാം നടത്തുന്നത് ബ്രെയിൻ അല്ലേ. ആൻഡ് ഇന്റേണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഏത് സ്ട്രക്ചറാണ് മക്കളെ ബ്രെയിനിലെ ഇന്റേണൽ ബാലൻസ് അല്ലെങ്കിൽ കോർഡിനേഷൻ, പോസ്റ്റർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ സെറിബെല്ലം അല്ലേ. സെറിബെല്ലം ഹൈൻഡ് ബ്രെയിനിന്റെ പാർട്ടാണ്. ആൻഡ് ഇറ്റ് കൺട്രോൾസ് ബോത്ത് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ആക്ഷൻ. വോളണ്ടറി ആക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഫോർ ബ്രെയിൻ. ആൻഡ് ഇൻവോളണ്ടറി ആക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹൈൻഡ് ബ്രെയിനും മിഡ് ബ്രെയിനും കൂടിയിട്ടാണ്. ഓക്കെ, ദെൻ ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻസ് പറയുകയാണെങ്കിലോ, സെറിബ്രം നമ്മുടെ തിങ്കിങ്, ഓക്കെ, സെറിബെല്ലം കോർഡിനേഷന് വേണ്ടിയിട്ട്, ബ്രെയിൻ സ്റ്റെം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ബ്രിഡ്ജായിട്ട്. ആൻഡ് ന്യൂറോൺസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഒബ്വിയസ്ലി സെൻസറി ഇൻഫർമേഷൻ ഒക്കെ ബ്രെയിനിൽ എത്തിക്കണമെങ്കിൽ വെറുതെ പോവോ? ഇല്ല, ന്യൂറോൺസ് വേണം, നെർവ്സ് വേണം. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ന്യൂറോൺസ്. ദെൻ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ക്രേനിയം ഓർ സ്കൾ ആൻഡ് ഇറ്റ് ഈസ് protected from the mechanical shock by a fluid known as CSF, cerebrospinal fluid, okay, within the gap of meninges. Okay, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബ്രെയിനിൻ്റെ പാർട്ടിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തോളാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.